തൃശൂരിൽ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ച യുവാവ് ബസ് കയറി ദാരുണാന്ത്യം. പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് മരിച്ചത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് സംഭവം? വിശദാംശങ്ങൾ. അജിന, ഇന്ന് രാവിലെ 7:45 തൃശൂർ MG റോഡിൽ വെച്ചാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. റോഡിൽ ഒരു ചെറിയ കുഴി ഉണ്ടായിരുന്നു. ഈ കുഴിയിൽ സ്കൂട്ടർ വീഴാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. അപകടത്തിൽ മരിച്ചത് പൂങ്കുന്നം സ്വദേശി 30 വയസ്സുള്ള വിഷ്ണുദത്താണ്. വിഷ്ണുദത്തിനോടൊപ്പം സ്കൂട്ടറിൽ അമ്മയും സഞ്ചരിച്ചിരുന്നു. അമ്മ പത്മിനിയും സ്കൂട്ടറിൽ ഉണ്ടായിരുന്നു. ഈ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചതോടെ സ്കൂട്ടർ മറിഞ്ഞ് റോഡിലേക്ക് വീഴുകയായിരുന്നു. വിഷ്ണുദത്ത് ബസിന്റെ മുൻചക്രത്തിനടിയിലേക്ക് വീണു. തൽക്ഷണം ബസ് വിഷ്ണുദത്തിന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു എന്നാണ് സാക്ഷികൾ പറയുന്നത്. അമ്മ മറുവശത്തേക്കാണ് വീണത്. അമ്മയ്ക്ക് പരിക്കുകളേറ്റിട്ടുണ്ട്. അമ്മയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിഷ്ണുദത്ത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന റോഡിൽ കൂടി ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും അവിടെ വെച്ച് എത്തിക്കുമ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. നിലവിലിപ്പോൾ വിഷ്ണുദത്തിന്റെ മൃതദേഹം തൃശൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഇനി നടത്തേണ്ടതുണ്ട്. പരിക്കേറ്റ അമ്മ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും റോഡിലെ കുഴിയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായി. ആ പ്രദേശത്തുള്ളവർ ഈ അപകടം കണ്ട സമീപത്തുള്ള കടയിലെ ആളുകൾ ഉൾപ്പെടെ പറയുന്നത് ആ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ചതോടെയാണ് ഇത്തരത്തിൽ ബസ്സിനടിയിലേക്ക് വീണതും ബസ് കയറി ഇറങ്ങി ദാരുണാന്ത്യം ഉണ്ടായതും എന്നാണ് പറയുന്നത്. ചെറിയ കുഴിയാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട തിരക്കുള്ള ഒരു റോഡ് കൂടിയാണ് ഈ MG റോഡ്. തൃശൂർ നഗരത്തിൽ തന്നെയാണ് ഈ MG റോഡ് ഉള്ളത്. ഈ MG റോഡിൽ മാരിയമ്മൻ കോവിലുണ്ട്. ഈ കോവിലിന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. എന്തായാലും റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച യുവാവിന് ഇപ്പോൾ ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നു. ബസ് ദേഹത്തൂടെ കയറി ഇറങ്ങിയിരിക്കുന്നു. അർജുന. അനീഷ്, നിലവിൽ സംസ്ഥാനത്ത് മഴ രൂക്ഷമായിരിക്കുകയാണ്. റോഡിലെ കുഴികളുടെ എണ്ണവും കൂടിക്കൂടി വരികയാണ്. ഇത്തരത്തിൽ കുഴികൾ മനുഷ്യരുടെ ജീവൻ എടുക്കുകയല്ലേ? തീർച്ചയായും അങ്ങനെ വേണം പറയാം. ചെറിയ കുഴിയാണെങ്കിൽ കൂടി ആ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ചതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായി ഉണ്ടായത്. ആ കുഴി അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ കുഴി കൃത്യസമയത്ത് അടച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്ന് വേണം നമുക്ക് പറയാൻ. തൃശ്ശൂരിൽ തന്നെ ഇപ്പൊ മറ്റ് വലിയ റോഡുകളിലൊന്നും കാര്യമായ കുഴികളില്ലെങ്കിൽ കൂടി തൃശ്ശൂരിന്റെ നഗരത്തിന് പുറത്തുള്ള റോഡുകൾ, പല റോഡുകളിലും വലിയ കുഴികളാണ്. ഉദാഹരണത്തിന് പുഴയ്ക്കൽ റോഡ്, പുഴയ്ക്കൽ കുന്നംകുളം സംസ്ഥാന പാതയിൽ ഉൾപ്പെടെ വലിയ കുഴികളുണ്ട്. വലിയ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ നടന്നിരുന്നു. ഇത് തൃശൂർ നഗരത്തിൽ കോർപ്പറേഷന്റെ പരിധിയിൽപ്പെട്ട ഒരു റോഡിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. കുഴി തന്നെയാണ് ഈ അപകടത്തിനും ഒരാളുടെ ജീവനെടുക്കാനും കാരണമായി ഉണ്ടായത് എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് പറയാൻ. അർജുന. മരണക്കെണിയായി തൃശൂരിലെ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ച യുവാവ് ബസ് കയറി ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് മരിച്ചത്. നിലവിൽ വിഷ്ണുദത്തിന്റെ മാതാവ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.